ഹായ് ടു ഓൾ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ കേട്ടോ. ഇവിടെ നമ്മുടെ യൂറോപ്പിൽ ഞാൻ താമസിക്കുന്ന ഏരിയയിൽ ഒരു ഫെസ്റ്റ് ഉണ്ടായിരുന്നു, ഡ്രാഗൺ ഫെസ്റ്റ് എന്ന് പറയും. അപ്പോൾ അത് കാണാൻ പോകാൻ ഭയങ്കര ത്വരയായിരുന്നു. ഇപ്പോൾ ഞാനത് മുന്നുള്ള വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പം ഭയങ്കര ആഗ്രഹമായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡെസ്റ്റിനേഷനിലൊന്ന് എത്തിപ്പെടുക എന്നുള്ളത്. പക്ഷേ എനിക്ക് അറ്റ് ദ സെയിം ടൈം ഡ്യൂട്ടി ഉണ്ടായിരുന്നു. പക്ഷേ ഡ്യൂട്ടിയുടെ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 8 മണി വരെ ആയിരുന്നു. അപ്പോൾ ഈ ഈവൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതും ഈവനിങ് 8-നാണെന്ന് പറഞ്ഞു കേട്ട്, ഈ ഫയർ വർക്കും സംഭവങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ നാട്ടിലൊക്കെ പോലെ തന്നെ ഒരു ചെറിയ തലവേദന സംഭവങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഇട്ട് കഴിഞ്ഞു. പിന്നെ 1 മണിക്കൂർ നേരത്തെ ഇറങ്ങി വീട്ടിൽ വന്നു. ഫ്രഷ് ആയതിനു ശേഷം നേരെ ഊബർ പിടിച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, അവരുടെ കൂടെ നമ്മൾ നേരെ ഈ ഡെസ്റ്റിനേഷനിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. സംഭവം എന്താ പറയുക, വലിയ സംഭവമൊന്നുമല്ല, എന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ ഇവിടുത്തെ ലോക്കൽസും പിന്നെ ഒരുപാട് യൂറോപ്യൻസൊക്കെ ഇപ്പം ഈ സമ്മർ ആയതിൻ്റെ പേരിൽ ഇവിടെ ഒരു എന്താ പറയുക, ഒരു ഷോർട്ട് വെക്കേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പം എല്ലാവരും ഇവിടുത്തെ ആളുകൾ മറ്റുള്ള കൺട്രീസിലോട്ട് പോകും, മറ്റുള്ള കൺട്രീസിലെ ആൾക്കാർ ഇങ്ങോട്ട് വരും. അപ്പം ഭയങ്കര എന്താ പറയുക, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരുന്ന സമയമാണ്. അപ്പം ഇവിടെ കുറേ ടൂറിസ്റ്റുകൾ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ കുറച്ച് ക്രൗഡഡ് ആയിരുന്നു നമ്മുടെ ഏരിയ കേട്ടോ. പിന്നെ യൂറോപ്യൻ കൺട്രീസിലെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് ഷെങ്കൻ കൺട്രീസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വർക്ക് പെർമിറ്റ് മീൻസ് കാർഡൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, TRC അല്ലെങ്കിൽ PR ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ 26 കൺട്രീസിലൊക്കെ നമുക്ക് വിത്തൗട്ട് വിസ നമുക്ക് പോയിട്ട് വരാൻ പറ്റും. എളുപ്പമാണ്. കാരണം വെച്ചാൽ ഫ്ലൈറ്റിനോ നമ്മൾ ബൈ ബസ്സൊക്കെ ട്രാവൽ ചെയ്യാൻ ഈസിയാണ്. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. നമ്മൾ ഓരോ കൺട്രിയിലോട്ട് പോകുമ്പോൾ നമുക്ക് വേറെ വിസയുടെ പ്രോസസ്സോ സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല. നമുക്ക് ഡൊമസ്റ്റിക് ഫ്ലൈറ്റിൽ ഇപ്പോൾ നമ്മൾ ഇന്ത്യയിലൊക്കെ ആവുന്ന സമയത്ത് തന്നെ ഇപ്പോൾ നമ്മൾ കൊച്ചിയിൽ നിന്ന് ബാംഗ്ലൂർ നമ്മളിങ്ങനെ ഡൊമസ്റ്റിക് പോയിടും. ആ സെയിം ഫീലാണ് ഇവിടെ ഉണ്ടാവുക. കാശ് മതി എന്നുള്ളൂ, അത്രേ ഉള്ളൂ. കാശും പിന്നെ അത്യാവശ്യം നല്ല ട്രാവൽ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ള ആളുണ്ട്. നമുക്ക് എല്ലാ കൺട്രീസും ഏകദേശമൊക്കെ വിസിറ്റ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ അതേ എൻ്റെ TRC വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. TRC എത്തി കഴിഞ്ഞ ശേഷം നമുക്ക് ഇതുപോലെ തന്നെ എല്ലാ നാടുകളിലും പോയി എത്തിപ്പെടാനൊക്കെ പറ്റുള്ളൂ. അങ്ങനെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരുപാട് ക്രൗഡിനെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ നമ്മൾ ശരിക്കും ഇങ്ങനെ അവിടെ നടന്നൊക്കെ ഇങ്ങനെ ചുറ്റി കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ വീഡിയോ എടുക്കാനൊന്നും അത്ര എളുപ്പമുണ്ടായിരുന്നില്ല. പിന്നെ നല്ല ക്രൗഡായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ എല്ലാവരും എടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ആരും അതിന് ബ്ലോക്ക് ചെയ്യുക അങ്ങനെയൊന്നും പറയുന്നൊന്നുമില്ല. പിന്നെ ഞാൻ ഒരുപാട് ആൾക്കാരെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് പരിചയപ്പെടുന്ന സമയത്ത് തന്നെ നമ്മൾ വീഡിയോ എടുക്കട്ടെ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു നല്ലൊരു പ്രവണതയല്ലല്ലോ. അതുകൊണ്ട് പിന്നെ ഞാൻ കൂടുതൽ ആൾക്കാരുടെ അടുത്തും ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടെ ആയിരുന്നു കുറേ ക്രൂസൊക്കെ പോകുന്നുണ്ടായിരുന്നു. പിന്നെ ഇത് ശരിക്കൊരു എന്താ പറയുക, റിവർ തന്നെയാണ്, സീ അല്ല, റിവർ തന്നെയാണ്. ഇങ്ങനെ വെള്ളമൊക്കെ ബണ്ട് ചെയ്ത് വെച്ചുള്ള സ്ഥലമാണ്. അപ്പോൾ അതിനകത്താണ് ഈ ഫംഗ്ഷൻ നടക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫയർ വർക്ക് അറ്റ് ദ സെയിം ടൈം കുറേ ഡ്രാഗൺസിൻ്റെ ഫോംസൊക്കെ ഇങ്ങനെ അവർ ഈ റിവറിലൂടെ ഇങ്ങനെ കൊണ്ടു നടക്കും. അത് ചെറിയ ഷിപ്പുകളൊക്കെയാണ്, അതിലിട്ടൊക്കെ ആയിട്ടാണ് ഇപ്പോൾ ഈ സാധനം കൊണ്ടു നടക്കുന്നതൊക്കെ. ഇപ്പം നമ്മുടെ നാട്ടിൽ ഉത്സവത്തിൽ പോയൊരു ഫീൽ ആയിരുന്നു കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര റഷായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര റഷായിരുന്നു. പക്ഷേ നമുക്ക് ക്ലൈമറ്റ് ഭയങ്കര ആപ്റ്റായിരുന്നു. അതാണ് ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത്. ക്ലൈമറ്റ് കിട്ടുമായിരുന്നു, നമുക്ക് വളരെ കൂളായിട്ട് നിൽക്കാനും കാണാനും ഒക്കെ വളരെ അടിപൊളിയായിരുന്നു. പിന്നെ പറഞ്ഞിട്ട് പിന്നെ നമ്മളിപ്പോൾ ഈ ഫയർ വർക്കിൻ്റെ പ്രശ്നം കാരണം ഒരുപാട് നല്ല പൊല്യൂട്ടഡ് നമുക്ക് സ്മെല്ല് ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു. നല്ലൊരു ബ്രീത്തിനൊക്കെ ശരിക്കും ഇങ്ങനെ എഫക്റ്റഡ് ആയിട്ടുള്ള രീതിയിലായിരുന്നു സ്മെല്ല് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ മാനേജ് ചെയ്ത് പിന്നെ നമുക്കിത് കാണാനുള്ള ഒരു എക്സൈറ്റ്മെൻ്റ് ആണല്ലോ. അപ്പോൾ അതിൻ്റെ പേരിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു സംഭവങ്ങളൊക്കെ. ഞങ്ങൾ ഒരു 12-1 മണിയൊക്കെ ആയപ്പോഴാണ് അവിടുന്ന് തിരിച്ചു വന്നിട്ടുള്ളത്. കാരണം നമുക്ക് പിറ്റേ ദിവസം ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇത് നമുക്കൊരു കണ്ണിന് കുളിർമയേകുന്ന ചെറിയ നല്ല നല്ല കാഴ്ചകളായിരുന്നു. സത്യം പറഞ്ഞാൽ ഞങ്ങളവിടെ ഏകദേശം ഇപ്പോൾ ഡ്യൂട്ടിക്ക് കഴിഞ്ഞ് അവിടെ ഏകദേശം ഞങ്ങളൊരു 8 മണിക്ക് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. 8 മണിക്ക് എത്തി. പക്ഷേ സംഭവം സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം ഒരു 11 മണിക്കാണ്. അതുവരെ നമ്മൾ അവിടെ അലച്ചിലായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുകയും പിന്നെ നമ്മളൊരു സ്ഥലത്ത് ഇരുന്നുണ്ടായിരുന്നു. അവിടെ നിന്നൊക്കെ എണീറ്റു, പിന്നെ നടന്നു. നമുക്ക് ബോറടിച്ചിട്ട്, കാരണം നമ്മൾ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലല്ലോ. പിന്നെ ആളുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഭയങ്കര ഏരിയാസൊക്കെ ഭയങ്കര ഫില്ലായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ ഭയങ്കര പ്രശ്നമായിരുന്നു. അപ്പോൾ നമ്മൾ അധികം ഒന്നും മൈൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് നമ്മൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഫയർ വർക്കിന് വേണ്ടിയിട്ടുള്ളൊരു കാത്തിരിപ്പായിരുന്നു. പിന്നെ ചില സമയങ്ങളൊക്കെ ചെറിയ രീതിയിലുള്ള ഫയർ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഇത് വാച്ച് ഔട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഇതിൻ്റെ ക്ലിയർ ആയിട്ടുള്ളൊരു ഫയർ വർക്കിൻ്റെ ഒക്കെ ഒരു ക്ലിയർ ആയിട്ടുള്ളൊരു വീഡിയോസ് ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കാണാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഹാവ് എ നൈസ് ഡേ ടു ഓൾ. ടേക്ക് കെയർ. ബൈ.在这11点10分的夜晚，月光洒在城市的街头等候。
燃闪星光，为闪独行的人儿在思念。在这是1点10分的夜晚，月光洒在城市的街头，灯火阑珊，星光微闪。独行的人在思念，在这是1点10分的夜晚，月光洒在城市的街头，灯火阑珊，星光微闪。独行的人日的光匆匆似水流年，流逝的记忆般我阵阵回忆如潮情速战。没时光停止等，你来时光匆匆，似水流年流逝的记忆般。我转着回忆如潮情速战，没时光停止等，你来时光匆匆，似水流年流逝的记忆。把我战争回忆如潮情速战，时光停止。这是1点10分的夜晚，月光洒在城市的街头，灯火燃闪，星光微闪。